ഇവിടെ ഒരു ഫാമിലി ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ആക്സിഡന്റ് ആയി. നോക്കിയാൽ മകൻക്കും തലക്ക് നല്ല പരിക്ക് പറ്റിയിട്ടുണ്ട്. ആശുപത്രിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ഓപ്പറേഷന് കുറെ ക്യാഷ് ആകുമെന്ന് പറഞ്ഞതും ഇവരുടെ വീട് പണയം വെച്ചു. ഉള്ള സ്ഥലങ്ങളെല്ലാം വിറ്റ് പലിശക്ക് കുറെ പണം വാങ്ങി. അവനെ എങ്ങനെയോ സേവ് ചെയ്തു. ആക്ച്വലി അച്ഛനക്ക് വലിയ ഫോട്ടോഗ്രാഫർ ആകണമെന്നായിരുന്നു ആഗ്രഹം. ഇപ്പൊ മകൻക്ക് വേണ്ടി കുറെ കടം വാങ്ങിയത് കൊണ്ട് ആ ഡ്രീം എല്ലാം വിട്ട് ഒരു ഫാക്ടറിയിൽ മെക്കാനിക്കായി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനുശേഷം ഫാമിലിയുടെ സന്തോഷമാണ് എല്ലാം എന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടി അധ്വാനിക്കാൻ തുടങ്ങി. മകനെ നല്ലോണം കൊഞ്ചിച്ചാണ് വളർത്തിയത്. അവന്റെ ഫ്രണ്ട് പുതിയൊരു സൈക്കിൾ വാങ്ങിയത് കണ്ട് ഇവൻ അവന്റെ അടുത്ത് പോയി ഒറ്റ പ്രാവശ്യം ഞാൻ സൈക്കിൾ ഓടിച്ചോട്ടെ എന്ന് പറഞ്ഞ് കെഞ്ചി കൊണ്ടിരിക്കുകയാണ്. അവനും തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇത് ദൂരത്തിൽ നിന്ന് അച്ഛനും കണ്ടു. അടുത്ത ദിവസം തന്നെ കടം വാങ്ങി അവൻക്ക് വേണ്ടി സൈക്കിൾ വാങ്ങിക്കൊടുത്തു. ഫ്രണ്ട്സ് എല്ലാവരും സയൻസ് ഗ്രൂപ്പാണ് എടുക്കുന്നത്. ഞാൻ അത് എടുക്കാണെന്ന് പറഞ്ഞു. ഇപ്പൊ ഫ്രണ്ട്സിന്റെ കൂടെ അടിച്ചു പൊളിച്ച് നടക്കുകയാണ്. പ്ലസ് ടുവിലെ എക്സാമിനും അച്ഛൻ പേടിച്ച് പുറത്ത് നിൽക്കാണ്. ഇവനെ ഒന്നും അറിയാതെ കയ്യിൽ വെച്ച ഡൈസ് എറിഞ്ഞ് അതിനനുസരിച്ചാണ് ആൻസർ എഴുതിക്കൊണ്ടിരിക്കുന്നത്. മെഡിക്കൽ മിറാക്കിളായി അവനും പാസ്സായി. ഫ്രണ്ട്സ് എല്ലാവരും ഒരു വലിയ എഞ്ചിനീയറിംഗ് കോളേജിലാണ് പോകുന്നത്. അച്ഛാ, ഞാനും അവിടെയാണ് ചേരാൻ പോകുന്നതെന്ന് പറഞ്ഞു. അവന്റെ അമ്മയും അവിടെ പഠിക്കാൻ കുറെ ക്യാഷ് ആകുമെന്ന് പറഞ്ഞു. എന്നാൽ അതൊന്നും അവൻ കേൾക്കുന്നത് പോലുമില്ല. അച്ഛനും വേറെ വഴിയില്ലാതെ വീണ്ടും കടം വാങ്ങി മകനെ ഇപ്പൊ എഞ്ചിനീയറിംഗ് കോളേജിൽ തന്നെ കൊണ്ടുപോയി ചേർത്തി. അവിടെ പോയാലും അണ്ണൻ ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ ഫ്രണ്ട്സിന്റെ കൂടെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എഞ്ചിനീയറിംഗ് എല്ലാം കഴിഞ്ഞ് ഒരു പണിയുമില്ലാതെ നടക്കുകയാണ്. അവനും ഫ്രണ്ട്സിനും പെട്ടെന്ന് എവിടെയോ പോകാനുള്ളത് കൊണ്ട് ആംബുലൻസിന് കോൾ ചെയ്ത് വരാൻ പറഞ്ഞു. അവന്റെ ഫ്രണ്ട്സ് ഒരുത്തനോട് ബോധം കെടുന്നത് പോലെ അഭിനയിക്കാൻ പറഞ്ഞു. അങ്ങനെ അവർക്ക് എത്തേണ്ട സ്ഥലത്ത് പെട്ടെന്ന് തന്നെ എത്തിക്കിട്ടി. ഇത് കണ്ട ഡ്രൈവർ ഭയങ്കര ദേഷ്യം വന്ന് അവരെ ചീത്ത പറഞ്ഞ് അവിടെ നിന്ന് പോയി. ഇത് തന്നെ അവൻക്ക് ഭാവിയിൽ വലിയൊരു പണിയായി കിട്ടുന്നുണ്ട്. ഇനി എന്ത് സംഭവിക്കും കാണാം അടുത്ത പാർട്ടിൽ.